ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ നമുക്ക് ഒരുപാട് നമ്മളെ ശല്യം ചെയ്യുന്ന ഒന്നാണ് കൊതുകല്ലേ. മിക്ക വീടുകളിലും ഉണ്ടാവില്ലേ, വീടിനകത്തായാലും അതുപോലെ വീടിൻ്റെ പുറത്തായാലും ഒക്കെ നമ്മുടെ പരിസരങ്ങളിലൊക്കെ കൊതുക് ശല്യം ഒരുപാടുണ്ടാവും. അപ്പോൾ ഇവരെ ഓടിക്കാനുള്ള 2 കിടിലൻ ടിപ്സുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതെന്താണെന്ന് നോക്കിയാലോ. ഞാനിവിടെ ചെറിയൊരു ബൗളിലേക്ക് കുറച്ച് കടുകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 1.5 സ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരകമാണ്. അപ്പോൾ ഏകദേശം ഒരു 2 സ്പൂണോളം പെരിഞ്ചീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആവശ്യമുള്ള അതനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ 2 കർപ്പൂരം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ചതച്ചെടുത്താൽ മതി കേട്ടോ, പൊടിയൊന്നും ആക്കണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെറിയ പാത്രങ്ങളൊക്കെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യാത്തൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. മൺചിരാതുണ്ടെങ്കിൽ അതാണെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വേപ്പെണ്ണയാണ്. അപ്പോൾ നീം ഓയിൽ എല്ലാവർക്കും അറിയായിരിക്കും, അത് അതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് തിരിയാണ്. അപ്പോൾ നമ്മൾ വിളക്കൊക്കെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന തിരി ഉണ്ടല്ലോ, അത് 2 ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം തിരിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ള തുണി ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമുക്ക് എണ്ണയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കത്തിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ സന്ധ്യാസമയത്തൊക്കെ നമ്മൾ ഇത് കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീടിനുള്ളിലുള്ള കൊതുകിനെല്ലാം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പുകയും മണമൊക്കെ ചെന്നിട്ട് കൊതുക് പിന്നെ നമ്മുടെ വീടിനുള്ളിലേക്ക് വരത്തേയില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ടിപ്പാണ് കൊതുകിനെ ഓടിക്കാനുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അടുത്ത ടിപ്പ് നോക്കാം. ഞാനിവിടെ ഇതുപോലെ ചെറിയൊരു ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു മൺചട്ടി. അതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ ചകിരിയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം ചെറിയ ചട്ടി ആയതുകൊണ്ടാണ് ഇവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പം വലിയ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചകിരിയൊക്കെ എടുത്ത് വയ്ക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന ബേ ലീഫാണ്, നമ്മുടെ കറുകപ്പട്ടയുടെ ഇലയുണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന കോഫി പൗഡറാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു സ്പൂണോളം കോഫി പൗഡറും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കർപ്പൂരമാണ്. അപ്പോൾ ഒരു 2-3 കർപ്പൂരം കൂടെ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കത്തിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കത്തിയിട്ട് നല്ലൊരു പുക വരും കേട്ടോ. അപ്പോൾ ഇത് കത്തി ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കടുകിൻ്റെ പെരുംജീരകത്തിൻ്റെ ഒരു കൂട്ടുണ്ടല്ലോ, ആ ഒരു മിക്സ് നമുക്ക് കുറച്ച് ഇതിലേക്കൊന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു പുകയായിരിക്കും കേട്ടോ ഇതിൽ നിന്ന് വരുന്നത്, നല്ലൊരു സ്മെല്ലും ആയിരിക്കും. അപ്പം ഈ തീ കുറച്ച് കഴിയുമ്പോൾ അണഞ്ഞിട്ട് ഈ പുക മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പുക നമ്മുടെ വീടിനുള്ളിൽ എല്ലാ ഭാഗത്തും ഒന്ന് കാണിച്ചു കൊടുക്കുക. കൊതുക് വന്നിരിക്കാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ. കൊതുകിൻ്റെ ശല്യം കുറയ്ക്കാൻ പറ്റും കേട്ടോ. അതുപോലെ നമ്മൾ പുറത്തായാലും വീടിൻ്റെ പരിസരത്ത് എല്ലാ ഭാഗത്തും നമുക്കിതിങ്ങനെ കാണിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ പുക അടിക്കുമ്പോൾ കൊതുക് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വരത്തേയില്ല കേട്ടോ. അപ്പോൾ കൊതുകിനെ ഓടിക്കാനുള്ള 2 അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാൻ കാണിച്ചത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.